സൂപ്പർ നല്ലൊരു കുറ്റാന്വേഷണവും കൊള്ളാമ്പുഴ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലൻ നൈസ്. മമ്മൂട്ടി നന്നായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. എന്നൊരു ആവറേജ് സിനിമ. എക്സ്പെക്ടേഷൻ എത്ര ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. മമ്മൂട്ടി വളരെ നന്നായിട്ടുണ്ട്, ഗുഡായിട്ടുണ്ട്. ബാക്കിയുള്ളൊരു ആ ലെവലിലേക്ക് വരുന്നില്ല, കുഴപ്പമില്ല. ആവറേജ് ഒരു പുതുമയുണ്ട്. അത് അവതരിപ്പിച്ചേക്കുന്ന രീതി, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആണെങ്കിലും അത് ജനങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു അവതരണം തന്നെയായിരുന്നു. നല്ലൊരു മേക്കിംഗ് തന്നെയായിരുന്നു, നല്ലൊരു രീതി. പടം വിചാരിച്ച അത്രയ്ക്ക് പോരാ, അങ്ങനെ വേണം പറയാം. പിന്നെ നമുക്കുള്ള പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പടം കിടിലായിട്ട് വന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിച്ചു പടത്തില്. അതാണ് മെയിനായിട്ട് വന്നങ്ങളുടെ ഒരു പ്രശ്നം. പിന്നെ മെയിനായിട്ടും ഇതിൽ മമ്മൂക്കയുടെ ഒരു സ്റ്റെപ്പ് വെക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതൊക്കെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം സൂപ്പർ ആയിരുന്നു. ഞാനൊരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. ഗോകുലിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടാണ്. എന്റെ ഫസ്റ്റ് മൂവി മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു, പരോൾ. അതില് മമ്മൂട്ടിയുടെ മോളായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ ഇതിനകത്ത് മമ്മൂക്കയുടെ കോമ്പിനേഷൻ കിട്ടിയതിൽ ഐ എം റിയലി ഹാപ്പി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. യു ലവ്. താങ്ക് യു സോ മച്ച്. Experience with Mamuka? Oh, it was extremely scary and nervous, but then hopefully I've done justice to it. Yellow path it. How it is watch with the audience? Audience, yeah. I was actually expecting everybody to like laugh or like so that was happening. I just loved it. മൂവി കാരണം നമ്മുടെ ഗൗതം മേനോൻ സാറിന്റെ ഫസ്റ്റ് മലയാളം മൂവിയല്ലേ, നല്ല അടിപൊളി മൂവിയാണ്. എല്ലാവരും കാണുക. അതുപോലെ നാളെ എന്റെ മൂവി റിലീസാണ് ബെസ്റ്റി, അതും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടിപൊളി, ഒരു രക്ഷയില്ല. ഭയങ്കര ത്രില്ലിംഗ് മൂവി, പോലീസാണ്. ഇന്റർവെല്ലിന് ശേഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പാടാണ്. ഉറപ്പായിട്ടും മമ്മൂട്ടിയുടെ വേറിട്ട ഒരു രീതിയാണ് കാണുന്നത്. കാര്യം നമ്മൾ ബിഗ് ബിയിലോ അല്ലെങ്കിൽ മറ്റ് വേറെ ഏതൊരു മൂവിയിലും കണ്ടതുപോലെയല്ല, പുള്ളി വളരെ നല്ല രീതിയിൽ ഹാൻഡ് ചെയ്തിട്ടുണ്ട് ഡൊമിനിക്കുന്ന കഥാപാത്രത്തെ. വളരെ വ്യത്യസ്തനായ ഒരു മമ്മൂട്ടിയാണ് നമ്മൾ കണ്ടത്. ഭയങ്കര വേറിട്ട ഒരു കഥാപാത്രം, ഭയങ്കര നന്നായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഗൗതം സാറിന്റെ ഒരു ഇതില് ഉറപ്പായിട്ടും മൂവി മുമ്പോട്ട് പോകും. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഗൗതം സാറിന്റെ അത് ഒരു ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കണ്ടാൽ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അടിപൊളി. അതെ. ഓ, അസലായിട്ടുണ്ട്. ബ്രില്യൻസ്, ആ ബ്രില്യൻസ് ഗൗതം സാറിന്റെ ബ്രില്യൻസ് സിനിമയിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയെ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ക്ലൈമാക്സിലൊക്കെ ഭയങ്കര ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ളതാണ്. എല്ലാ ആക്ടേഴ്സും നല്ലായിരുന്നു. വിനീത് ഉണ്ടായിരുന്നു, പിന്നെ പുതിയൊരു ആക്ട്രസ് ആണ്. ഷി വാസ് ഓൾസോ വെരി ഗുഡ്. ഫൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. നല്ലായിരുന്നു. പിന്നെ എന്താ പറയാ, ഒരു ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ്. നിങ്ങൾ എല്ലാരും കണ്ടോ? മൂവി കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങളും തീർച്ചയായിട്ടും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം എല്ലാവരും. അതെ. എന്തോ അതെ, അദ്ദേഹത്തിന്റെ മൂവി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും അദ്ദേഹം ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ് ഈ മൂവിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ മമ്മൂക്കയുടെ ആണെങ്കിൽ എല്ലാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ശൈലിയിലാണ് മൂവി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് വാച്ച് ചെയ്യുക. കാരണം നമ്മൾ ആരും ഇതുവരെ മലയാള സിനിമയിൽ അധികം വാച്ച് ചെയ്യാത്തൊരു സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഈ സിനിമ ഒരു ഫ്രഷാണ്. ഇത് ഫ്രഷ് ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും ഓഡിയൻസിന്റെ ഇടയിൽ കൊടുക്കുന്നത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ കണ്ടിട്ട് പറയണം ഈ സിനിമ എങ്ങനെയുണ്ട്. ഒരാളെ അഭിപ്രായമല്ലല്ലോ. മമ്മൂട്ടി കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ പബ്ലിക്കിനോട് പറയുന്നത് ഈ സിനിമ ഏറ്റവും ബെസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലോ, വ്യത്യസ്തമായ ടേസ്റ്റുകളുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ എന്റെ ഇഷ്ടമില്ല, ചിലപ്പോൾ വേറെ ആൾക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ മമ്മൂക്ക എന്നുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ഗൗതം മേനോൻ എന്നുള്ള ഡയറക്ടർ ആണെങ്കിലും അവരെന്തായാലും നല്ലൊരു സെറ്റപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും. ജനങ്ങൾ ഏറ്റെടുക്കട്ടെ.